CPM-ന് ഇപ്പോൾ കിട്ടിയ ഒരു സീറ്റ് ഉണ്ടല്ലോ, അത് പാർട്ടിയുടെ ഒരു സീറ്റല്ല. അത് ശ്രീ രാധാകൃഷ്ണൻ അല്ലെങ്കിൽ സഖാവ് രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പിന്നെ ഗുണമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിജയമാണത്, അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വിജയമായിട്ട് ഞാൻ അതിനെ കണക്കാക്കുന്നില്ല. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ജനങ്ങളോട് ഇടപഴകുന്നതിൽ ധാർഷ്ട്യമില്ലാത്ത ജനകീയനായ നേതാവിന് ലഭിച്ച വോട്ടുകളാണ് കേരളത്തിൽ LDF-ന്റെ ഏക സീറ്റിന് കാരണമെന്നും ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരിൽ കാണാത്ത ഒരു ജനകീയ മുഖം കെ രാധാകൃഷ്ണനുണ്ടെന്നും മുൻ മന്ത്രി മഞ്ഞളാംകുഴി പറഞ്ഞു. കെ രാധാകൃഷ്ണന്റെ ആലത്തൂരിലെ വിജയവും കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിൽ LDF-ന് നേരിടേണ്ടി വന്ന വൻ പരാജയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേരിടേണ്ടി വന്നത് വൻ പരാജയമാണ്. 20 മണ്ഡലങ്ങളിലായി നടന്ന തിരഞ്ഞെടുപ്പിൽ 18 സീറ്റുകളിലും ചരിത്ര വിജയം നേടാൻ UDF-നായി. തൃശൂരിൽ ഒരു സീറ്റ് നേടി കേരളത്തിൽ BJP അക്കൗണ്ടും തുറന്നു. എന്നാൽ ജനങ്ങളിൽ നിന്നും അടിയേറ്റത് LDF-നായിരുന്നു. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ 140 മണ്ഡലങ്ങളിൽ 99 സീറ്റും നേടി ചരിത്ര വിജയം കൊയ്ത LDF-ന് ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ നേടാനായത് ഒരു സീറ്റ് മാത്രമാണ്. സർക്കാരും നേതാക്കളും ജനങ്ങളോട് കാണിക്കുന്ന അനീതിക്ക് ജനങ്ങൾ മറുപടി നൽകിയത് അവരുടെ സമ്മതിദാനാവകാശത്തിലൂടെയായിരുന്നു. കേരളത്തിൽ LDF നേരിട്ട വൻ പരാജയവും ആലത്തൂരിൽ ലഭിച്ച ഏക സീറ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ മന്ത്രിയും MLA-യുമായ മഞ്ഞളാംകുഴി. ആലത്തൂരിൽ ലഭിച്ച സീറ്റ് കെ രാധാകൃഷ്ണൻ എന്ന വ്യക്തിക്ക് ലഭിച്ച വോട്ടാണെന്നും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജനങ്ങൾ നൽകിയ വോട്ടുകളല്ലെന്നും മഞ്ഞളാംകുഴി പറഞ്ഞു. CPM-ന് ഇപ്പോൾ കിട്ടിയ ഒരു സീറ്റ് ഉണ്ടല്ലോ, അത് പാർട്ടിയുടെ ഒരു സീറ്റല്ല. അത് ശ്രീ രാധാകൃഷ്ണൻ അല്ലെങ്കിൽ സഖാവ് രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പിന്നെ ഗുണമാണ്. എല്ലാ ആൾക്കാരോടും വളരെ നല്ല നിലയിൽ പെരുമാറുന്ന, മറ്റുള്ള സഖാക്കളൊക്കെ കാണുന്ന പോലെ ഒരു ധാർഷ്ട്യമില്ലാത്ത, എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറുന്ന നല്ലൊരു സഖാവാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ വിജയമാണത്, അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വിജയമായിട്ട് ഞാൻ അതിനെ കണക്കാക്കുന്നില്ല. ജനങ്ങളോട് ഇടപഴകുന്നതിൽ ധാർഷ്ട്യമില്ലാത്ത നേതാവാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ. അതുകൊണ്ടു തന്നെ ആലത്തൂരിലെ വിജയത്തിൽ CPIM-ന് പങ്കില്ലെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ BJP-ക്കാണ് ലഭിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വോട്ടുകൾ മുഴുവനും BJP-യിലേക്ക് പോയ ചരിത്രമാണ് നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ ഒരു കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസം, BJP-യിലേക്ക് ധാരാളം വോട്ടുകൾ പോയിട്ടുണ്ടെന്നുള്ളതാണ് പരമാർത്ഥം. മുൻകാലങ്ങളിൽ CPM-ൻ്റെ ഒക്കെ വോട്ടുകൾ UDF-ന് കിട്ടിയിട്ടുണ്ട്. UDF-ന് കിട്ടിയത് അങ്ങോട്ട് തന്നെ മടക്കി കിട്ടിയിട്ടുണ്ട്. പക്ഷേ BJP-യിലേക്ക് ഒരിക്കൽ പോയാൽ മടക്കി കിട്ടുമെന്നുള്ള സംശയമുണ്ട്. അതിനുള്ള വലിയ ചർച്ചകളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ പ്രാവശ്യം കേരളത്തിലെ ജനങ്ങൾ രണ്ട് കാര്യം, ഒന്ന് മോദിയുടെ ഭരണം, അദ്ദേഹത്തിൻ്റെ വർഗീയത, അദ്ദേഹം വേണ്ടാത്ത കാര്യങ്ങളായിരുന്നു ഈ ഇലക്ഷൻ കാലത്തൊക്കെ വല്ലാതെ രീതിയിൽ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഈ സർക്കാരിൻ്റെ ധാർഷ്ട്യം, ഇവരുടെ ഒരു തരത്തിലുള്ള ഗുണം ജനങ്ങൾക്കില്ലാത്ത ഒരവസ്ഥ, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ഭൂരിപക്ഷം UDF-ന് ലഭിക്കാൻ കാലം. തുടർ ഭരണത്തിലൂടെ ജനകീയ സർക്കാർ കാണിച്ച ജനദ്രോഹപരമായ പ്രവർത്തനങ്ങൾക്കുള്ള മറുപടിയായിരുന്നു LDF-ന് നേരിട്ട ഈ വൻ പരാജയം. ചാനൽ 10 പെരിന്തൽമണ്ണ. നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് IT മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ETC ഇലക്ട്രോ ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ, മലപ്പുറം. സ്വദേശത്തും വിദേശത്തും ജോലി സാധ്യതകളോടെ. ടെക്നോളജി ഓഫ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് കൂളിംഗ് സിസ്റ്റം, സ്മാർട്ട് ഫോൺ ടെക്നോളജി, ഇലക്ട്രിക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ്, ഇൻവെർട്ടർ, AC ആൻഡ് റെഫ്രിജറേഷൻ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, CCTV ടെക്നീഷ്യൻ, ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ സർവീസിംഗ്, കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് കോഴ്സുകൾ, PSC അംഗീകൃത സോഫ്റ്റ്വെയർ കോഴ്സുകളും.